വാട്ട്സ്ആപ്പ് ഹോമീസ്. അങ്ങനെ എനിക്ക് ഈ മാസത്തെ സാലറി വന്നു. സാലറി വന്ന ഉടനെ ഞാനും ജാൻസിയും ലുലുവിൽ പോകാമെന്ന് തീരുമാനിച്ചു. കാരണം ഞങ്ങൾക്ക് കുക്ക് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുങ്ങിക്കെട്ടി ഊബറും ബുക്ക് ചെയ്ത് താഴെ വന്നപ്പോഴത്തേക്കും ആ കാഴ്ച കണ്ട് ഞാനൊന്ന് ഞെട്ടി. സൗദി അറേബ്യയിലെ ഡെവലപ്മെന്റ് കാണണമെങ്കിൽ ഒന്നിങ്ങോട്ട് നോക്കൂ. കാരണം ഊബർ ഓടിക്കുന്നത് ഞങ്ങൾക്ക് ഇന്നൊരു ചേച്ചിയാണ്. അങ്ങനെ ഈ വിജനിപ്പിച്ച സ്ഥലത്തൂടെ പോയപ്പോഴാണ് ഞങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞത്. ലുലു ഒക്കെ എപ്പോഴേ കഴിഞ്ഞു. കാരണം ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിപ്പോയി. എന്തുവാണേലും ആ ചേച്ചി കുറച്ചധികം ട്രാവൽ ചെയ്തിട്ടാണേലും തിരിച്ച് ഞങ്ങളെ ലുലുവിൽ തന്നെ കൊണ്ടെത്തിച്ചു. ഇത് ജാൻസിയുടെ പുതിയ ചെരുപ്പാണ് കേട്ടോ. കണ്ടപ്പോൾ ഇഷ്ടം തോന്നി, അതുകൊണ്ട് എടുത്തു. ഇൻ സൗദി അറേബ്യ യു ഡോണ്ട് ഫീൽ ലൈക്ക് യു ആർ അബ്രോഡ്. ബിക്കോസ് ഞാൻ നാട്ടിലായിരുന്നപ്പം പത്തനാപുരത്ത് ടൗണിൽ ചെന്ന് സാധനം വാങ്ങിക്കുന്ന അതേ ഫീലാണ് ഇവിടെ. കാരണം ഇവിടെ അത്രത്തോളം മലയാളികളാണ്. മലയാളികളെ തട്ടിയിട്ട് ഇവിടെ നടക്കാനേ സ്ഥലമില്ല. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഒരു സമയമായി. നൈറ്റിന് എന്ത് കഴിക്കുമെന്ന് കരുതിയിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാനൊരു സാമ്പാർ ഐറ്റം മേടിച്ചായിരുന്നല്ലോ, അതുകൊണ്ട് ചോറും സാമ്പാറും വെക്കാന്ന്. ഇതായിരുന്നു ഒരു സാമ്പാർ ഐറ്റ്. ഇതിന് 8.5 റിയാലായിരുന്നു. ഇനി കുറച്ച് വെജിറ്റബിൾസ് പരിചയപ്പെടാം. ഇതാണ് പടവലങ്ങ. ഇത് പടവലങ്ങ കൂട്ടിരിക്കുന്ന മറ്റെന്തോ ഒരു വെജിറ്റബിൾ ആണ്. ഇത് ഞാൻ ആദ്യം ചേനയാണെന്ന് വിചാരിച്ചത്, പക്ഷേ ഇത് മത്തങ്ങയായിരുന്നു. പിന്നെ അവർ പേരിന് 2 പൊട്ടറ്റോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ കത്രിക്ക, പിന്നെ ആവശ്യത്തിന് കുറേ ബീൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ചെറിയ ക്യാരറ്റും കുറച്ചധികം വെണ്ടയ്ക്കയും ഉണ്ടായിരുന്നു. ഇതൊന്നും കൂടാതെ പേരിന് 2 പീസ് മുരിങ്ങയ്ക്ക ഉണ്ടായിരുന്നു. അവർക്ക് കുറച്ച് സവാളയും ഒരു 2-3 പച്ചമുളകും ഇടായിരുന്നു. അങ്ങനെ എനിക്ക് അറിയാവുന്നതുപോലെയൊക്കെ ഇത് ഞാൻ കട്ട് ചെയ്തു. ഇത് ഇങ്ങനെയാണോ കട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ തമ്പുരാൻ അറിയാം. എന്താണേലും ഇനി ചോറ് വെക്കാൻ വയ്യാഞ്ഞതുകൊണ്ട് താഴെ ഞാൻ ബക്കാലയിൽ പോയി 2 കുബൂസും വാങ്ങിച്ചു. അങ്ങനെ കുബൂസും കുറച്ച് സാമ്പാറും കൂട്ടി ഞാൻ കഴിച്ചു.